നമുക്കെല്ലാവർക്കും തന്നെയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് എന്തെങ്കിലും പഠിച്ച് ബുക്കൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെ എടുത്ത് നോക്കുമ്പോൾ എവിടെയാ പഠിച്ചതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊരു പ്രധാന പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ പിന്നെ കാണുമ്പോൾ എടുത്ത് പഠിക്കാനും ബുക്കൊക്കെ തുറക്കാനും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഇന്ന് നമുക്ക് ഇതുപോലൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. നല്ല ക്യൂട്ടായിട്ടൊരു ബുക്ക് മാർക്ക്. ഇതുണ്ടാക്കാൻ സത്യം പറഞ്ഞ് 5 മിനിറ്റ് പോലും വേണ്ട, അത്രയ്ക്ക് ഈസിയാണ്. ആദ്യം നമുക്ക് ഇതുപോലൊരു പേപ്പറിൽ റഫായിട്ട് പെൻസിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കൊന്ന് വരച്ച് നമുക്കതിനെ ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്ത് കളർ ചെയ്തെടുക്കാം. എൻ്റെ മനസ്സിലുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ കളർ പെന്നും ഹൈലൈറ്ററൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക സാധനങ്ങളും പിങ്ക് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ബോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ബോയിനെ ഒന്ന് കട്ട് ചെയ്ത് സുന്ദരിയാക്കി എടുക്കുക. പിന്നെ നോട്ട് ദ പോയിന്റ്, കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഒരു വിട്ടുമാറി എല്ലാം പോകും. അതാണ് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ഈ ബോയിനെ ബുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിതാ ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലൊരു പേപ്പർ എടുത്ത് നമ്മുടെ ബോയുടെ കട്ട് ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ അളവിൽ ഇതുപോലെ 2 ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫൈനലി ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ ബുക്ക് മാർക്ക് ഇവിടെ റെഡി. ഇതൊന്ന് വെക്കാൻ വേണ്ടി ഞാനൊരു ബുക്ക് തുറന്നപ്പോഴാണ് പണ്ട് ഞാൻ എഴുതി വെച്ചിട്ട് കോട്ട് കാണുന്നത്, നീ നിന്റെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഓരോന്നായി നിന്നെ തേടി വരും എന്ന്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.